ഇന്നിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. പക്ഷെ അതിന് മുമ്പ് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കണം. എനിക്ക് 9 മണി മുതലേ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഫസ്റ്റത്തെ പീരീഡ് ക്യാൻസൽ ചെയ്തു. എൻ്റെ രണ്ടാമത്തെ ക്ലാസ് തുടങ്ങണത് 1:30, 1:30 മുതൽ 5:45 വരെ. ഇപ്പൊക്ക് കുറച്ച് ദിവസമായിട്ട് പല്ലുവേദന ഒന്നുമില്ല, പകരം മൂക്കുന്ന് ചോര വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെയിലും മഞ്ഞും മാറി മാറി വരുന്നതുകൊണ്ടാന്നാ പറഞ്ഞത്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വെറും 10 മിനിറ്റ് മാത്രം അങ്ങോട്ട് ദൂരമുള്ളൂ. മെഡിക്കൽ സ്റ്റോർ എത്തിയെങ്കിലും കുറച്ച് നേരം ഞാൻ പുറത്തുനിന്നു. വേറെ ഒന്നുമില്ല, പുറത്ത് 2 വലിയ പട്ടീനെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് പട്ടീനെ കയറ്റാൻ പാടില്ല, അതുകൊണ്ട് പുറത്ത് കെട്ടിയിട്ടിക്കുക. പക്ഷെ അതിൻ്റെ അടുത്ത് ഓണറൊന്നും ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ സ്റ്റോർ പോയിട്ട് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഗുളിക എടുത്തു തരും. ഞാനൊരു വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് താത്താൻ്റെ കൂടെ. അന്ന് താത്താക്ക് പകുതി ഗുളിക മാത്രമേ കിട്ടിയുള്ളൂ. ഇന്ന് ബാക്കി പകുതി മേടിച്ചു, എൻ്റെ മരുന്നും മേടിച്ചു. പക്ഷെ എൻ്റെ മരുന്നിന് ഞാൻ പൈസ കൊടുത്തു 10 കൊണ്ട്. പക്ഷെ താത്താൻ്റെ ഗുളിക ഫ്രീ ആയിരുന്നു. അവൾക്ക് വേറെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് കാരണം അവൾക്കൊന്നും പൈസ കൊടുക്കണ്ട. ക്ലാസ് ഉള്ള കാരണം വേഗം മരുന്ന് മേടിച്ചിട്ട് വേഗം അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അപ്പത്തിന് എൻ്റെ ബസ് പോയി. പക്ഷെ അധികം നേരം നോക്കി അവിടെ നിൽക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും എൻ്റെ അടുത്ത ബസ് വന്നു. ഈ ബസ് കയറി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ പോയിരിക്കാനാണ് ഇഷ്ടം, അതും ഫ്രണ്ടത്തെ സീറ്റിൽ. പക്ഷെ ഇന്നാണെങ്കിൽ അവിടെ ഫസ്റ്റ് എൻ്റെ ഒരു ആളിരിക്കണ്ടായിരുന്നു, ഒരു പാകിസ്ഥാനിയെ തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അവിടെ പോയിരുന്നില്ല, കാരണം ബാക്കി ബാക്കിലൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു. ബാക്കിലൊക്കെ സീറ്റ് ഉണ്ടായിട്ട് അയാൾ അവിടെ വന്നിരുന്നെങ്കിൽ അയാൾ വിചാരിക്കില്ല എന്തിനാ ഈ പെണ്ണ് ഇവിടെ വന്നിരിക്കണെന്ന്. എന്തോ ഭാഗ്യത്തിന് അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ അവിടെ പോയിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് ബസ്സിൽ അധികം ദൂരമൊന്നും ബസ്സിൽ പോകാനില്ല, ഒരു 10 മിനിറ്റ് അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ട്രെയിനിൽ പോകണം. ഇന്ന് വെയിൽ നല്ലോണം ഉണ്ടായിരുന്നെങ്കിലും അതിന് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ വെയിലിന് നാട്ടിലത്തേനേക്കാളും നല്ലോണം വെളിച്ചമുള്ള പോലെ തോന്നാറുണ്ട്. പക്ഷെ തീരെ ചൂടില്ലാത്ത നല്ല വെയിലാണ്. റൈറ്റ് സൈഡിൽ ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ഇല്ലേ, അതാണ് ലിവർപൂൾ വേൾഡ് മ്യൂസിയം. കഴിഞ്ഞ സെപ്റ്റംബർ 23-ാം തീയതി എൻ്റെ 22ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ താത്ത എങ്ങോട്ടാ പോകേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലൈം സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നാണ് എനിക്ക് ട്രെയിന്. ഈ ബസ്സിൽ കയറുന്നവർക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് അവർ ന്യൂസ് പേപ്പറൊക്കെ കൊടുക്കും. വന്ന സമയത്തൊക്കെ ഞാൻ മേടിച്ചായിരുന്നു, എന്തെങ്കിലും വീട്ടിലത്തെ ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴൊന്നും എടുക്കാറില്ല. ഈ ലിവർപൂൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ അത്യാവശ്യം നല്ല സ്ഥലങ്ങൾ വേറെ ഉണ്ട്. ഞാൻ പിന്നെ ദിവസം അതൊക്കെ കാണിക്കാം. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കുറേ ഈജിപ്ഷ്യൻ മമ്മീസ് ഒക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന കുറേ രാജാക്കന്മാരുടെ പഴയ വസ്തുക്കളും അതുപോലെ തന്നെ അവരുടെ ശവശരീരങ്ങളും കുട്ടികളുടെയും ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പറ്റിയൊരു സ്പോട്ടാണ് അത്. എന്തായാലും ഇഷ്ടം. അല്ലെങ്കിൽ ഈ പഴയ സാധനങ്ങൾ കാണാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഞാൻ ഡിഗ്രിക്ക് ഹിസ്റ്ററി ആയിരുന്നു. ഇവിടെ അത് മാത്രമല്ല കേട്ടോ, അത് കൂടാണ്ട് കുറേ സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കൊല്ലം മുമ്പേ താത്താൻ്റെ സ്റ്റാറ്റസിലൊക്കെ ഞാൻ ഈ ഫോട്ടോസൊക്കെ കണ്ടിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന്. ആദ്യമായിട്ട് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സ്വപ്നം കാണുന്ന പോലെ തോന്നിയിരുന്നത്. ഇന്നെന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകണില്ലേ, പിന്നെ ഒരു ദിവസമാവാം. ഞാൻ റോഡ് ക്രോസ് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. അധികം ദൂരമൊന്നും നടക്കല്ലേ, ജസ്റ്റ് ഈ ഓപ്പോസിറ്റ് കാണുന്നത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. മുന്നേ ഇവിടെയൊക്കെ ഫുള്ള് നാരകമായിരുന്നു.